കഴിഞ്ഞ ദിവസം ഞാനൊരു സിനിമ കണ്ടു. ഗ്ലാഡിയേറ്റർ സെക്കൻഡ്. 2000-ൽ പുറത്തിറങ്ങിയ ഗ്ലാഡിയേറ്ററിന്റെ ഒരു സീക്വലാണ് സിനിമ. ഈ സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് റിഡ്ലി സ്കോട്ടാണ്. റിഡ്ലി തന്നെയായിരുന്നു ഗ്ലാഡിയേറ്ററിന്റെ ഡയറക്ടർ. ഈ സിനിമ അനൗൺസ് ചെയ്ത് ഞാൻ നെറ്റിൽ ഇതിന്റെ ഒരു അപ്ഡേറ്റ് കണ്ടപ്പോൾ തന്നെ എനിക്ക് തോന്നിയായിരുന്നു ഇതിന്റെ ആ ഒരു ആവശ്യമുണ്ട്. കാരണം നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട സിനിമയാണ് ഗ്ലാഡിയേറ്റർ. അതൊരു ക്ലാസിക് എന്ന് വിശേഷിപ്പിക്കാവുന്ന സിനിമയാണ്. ഏകദേശം 5 ഓസ്കാറുകൾ നേടിയ സിനിമയായിരുന്നു ഗ്ലാഡിയേറ്റർ. അതിന്റെ ഒരു സെക്കൻഡ് പാർട്ട് എടുത്ത് നശിപ്പിക്കണോ? റസൽ ക്രോയ് ആയിരുന്നു ഗ്ലാഡിയേറ്ററിലെ ഹീറോ. ഒരുപാട് വ്യത്യാസം വന്നിട്ടുണ്ട് റസൽ ക്രോയ്ക്ക് ഇപ്പോ. മാത്രമല്ല ഗ്ലാഡിയേറ്റർ പോലൊരു സിനിമയിൽ റസൽ ക്രോയ് അല്ലാതെ വേറൊരാളെ സങ്കല്പിക്കാൻ പോലും സാധിക്കുമായിരുന്നില്ല. ഞാൻ ഒരു റിവ്യൂവും കാണാതെയാണ് ഈ സിനിമ കാണാൻ പോയത്. പോൾ മെസ്കലാണ് ഗ്ലാഡിയേറ്റർ സെക്കൻഡിൽ ഗ്ലാഡിയേറ്റർ ആയിട്ട് വരുന്നത്. അതായത് ആദ്യത്തെ ഗ്ലാഡിയേറ്ററിൽ റസൽ ക്രോ അവതരിപ്പിച്ച മാക്സിമസിന്റെ മകൻ ലൂസിയസ് ആയിട്ടാണ് പോൾ മെസ്കിൽ ഇതിൽ അഭിനയിച്ചിട്ടുള്ളത്. എന്റെ ആദ്യത്തെ ധാരണ തന്നെ പോൾ മെസ്കിൽ തെറ്റിച്ചു കളഞ്ഞു. ഒരു ഗംഭീര പെർഫോമൻസ് ആണ് പോൾ മെസ്കൽ ഇതിൽ ലൂസിയസ് ആയിട്ട് കാഴ്ചവെച്ചിട്ടുള്ളത്. ഗംഭീര പ്രകടനം. അതായത് ഇദ്ദേഹത്തിന്റെ ഈ ആക്ടിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ വീരം എന്നൊരു ഭാവം അവതരിപ്പിക്കുമ്പോൾ പലരും ചിരിക്കാറില്ല. ഒരു ഗൗരവമായിട്ടുള്ള ഒരു സംഭവത്തിലൂടെയാണ്. നിങ്ങൾക്ക് പലപ്പോഴും അറിയാം, ബാഹുബലിയിൽ പ്രഭാസൊക്കെ ഒരു യുദ്ധത്തിന് പോകുന്ന മുമ്പ് ഒരു സീൻ ഉണ്ടല്ലോ, ആരാണ് എന്റെ കൂടെ യുദ്ധത്തിന് വരുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് പുറത്തുള്ള അങ്ങനത്തെ ഒരു വീരഭാവത്തിൽ യുദ്ധത്തിന് പോകുമ്പോൾ ആളുകളെ പ്രചോദിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു സീനുകളൊക്കെ ഈ സിനിമയിലുണ്ട്. ഇതിൽ അദ്ദേഹം ആ ഒരു ഭാവം അല്ലെങ്കിൽ ആ ഒരു സീൻ അവതരിപ്പിച്ചിരിക്കുന്നത് ഭയങ്കര രസമാണ്. ഇദ്ദേഹം കൂടെയുള്ളവരെ നോക്കി ഒരു ചിരിയൊക്കെ ചിരിക്കുന്നുണ്ട്. അതായത് റോമൻ സാമ്രാജ്യം ആക്രമിക്കാൻ വരികയാണ്. ഇവരുടെ രാജ്യം താരതമ്യേന ചെറിയ ഒരു രാജ്യമാണ്. ഇവരിൽ പലരും മരിച്ചു പോകും. ഇദ്ദേഹം അവതരിപ്പിക്കുന്ന കഥാപാത്രം ജനറൽ തന്നെ മരിക്കാൻ സാധ്യതയുണ്ട്. അപ്പോഴും ഇദ്ദേഹം വളരെ ചിരിച്ചുകൊണ്ട് വളരെ ഒരു പ്രത്യേക രീതിയിലാണ് അദ്ദേഹത്തിന്റെ പ്രസന്റേഷൻ. ദൈവം നമ്മോടൊപ്പം ഉണ്ട്, നമ്മൾ തോറ്റിട്ടുണ്ടെങ്കിൽ ദൈവമില്ല എന്നൊക്കെ പറഞ്ഞ് സബോർഡിനേറ്റ്സിനെ ഭയങ്കരമായിട്ട് ബൂസ്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു പ്രകടനം. അവിടെ തൊട്ട് ഈ പോൾ മെസ്കൽ നമ്മുടെ ചിന്താഗതിയെ മാറ്റുകയാണ്. പ്രത്യേകിച്ച് ഈ കൊളോസിയത്തിലുള്ള ഫൈറ്റ് സീനിലൊക്കെ ഗംഭീര പെർഫോമൻസ് ആണ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. പെഡ്രോ പാസ്കലാണ് മറ്റൊരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുള്ളത്. ജനറൽ അക്കാസിസ് ആയിട്ടാണ് ഇദ്ദേഹം അഭിനയിച്ചിട്ടുള്ളത്. അദ്ദേഹവും ഈ പറഞ്ഞ പോലെ ഒരു കൂളായിട്ടുള്ള ഒരു പെർഫോമൻസ് ആണ് ഇദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുള്ളത്. പ്രത്യേകിച്ച് ഇതിന്റെ തുടക്കത്തിൽ ഈ റോമൻ സാമ്രാജ്യത്തിന്റെ കപ്പലുകൾ ഈ കോട്ടയുടെ അടുത്തേക്ക് അടുപ്പിക്കാൻ പറ്റാതാകുന്ന സീനിൽ ഇദ്ദേഹം എല്ലാവരും നിസ്സഹാരായി പോകുന്ന സമയത്ത് ഇദ്ദേഹം ഒരു ഹെൽമെറ്റും വാളും എടുത്ത് ഇറങ്ങി പോകുന്ന സീനൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ കൊളോസയത്തിലുള്ള ഹീറോ ആയിട്ടുള്ള ഫൈറ്റ്, നിസ്സഹായാവസ്ഥ, വിഷമം ഒക്കെ ഭയങ്കര രസകരമായിട്ടാണ് ഇദ്ദേഹം അഭിനയിച്ച് ഫലിപ്പിച്ചിട്ടുള്ളത്. സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ ആദ്യ ഭാഗത്തോട് നീതി പുലർത്തുന്ന ഒരു സെക്കൻഡ് പാർട്ട് വളരെയധികം ബുദ്ധിമുട്ടാണ്. ഒരു ക്ലാസിക് സിനിമയുടെ സെക്കൻഡ് പാർട്ട് അതിന്റെ പ്രധാന ഹീറോ ഇല്ലാതെ മനസ്സിൽ പതിഞ്ഞു പോയൊരു ക്യാരക്ടർ, ആ ക്യാരക്ടർ ഇല്ലാതെ അത്ര വലിയൊരു സിനിമയുടെ സെക്കൻഡ് പാർട്ട് എടുത്ത് ഫലിപ്പിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കരമായ ടാസ്ക്കാണ്. റിഡ്ലി സ്കോട്ട് 100% അതിൽ വിജയിച്ചിട്ടുണ്ട്. ഇതിന്റെ സെക്കൻഡ് പാർട്ടിന് വേണ്ടി റിഡ്ലി ആലോചിക്കുമ്പോൾ തന്നെ പല തരത്തിലുള്ള കഥകൾ, റോമൻ മിത്തിലുള്ള കഥകൾ, അതുപോലെ തന്നെ മരിച്ചതിന് ശേഷമുള്ള പുനരുജ്ജീവനം, അതിനെ ബേസ് ചെയ്തിട്ടുള്ള കഥകൾ, അങ്ങനെ ഒരുപാട് കഥകൾ ആലോചിക്കുകയും അതിനൊക്കെ ശേഷമാണ് ലൂസിയസിന്റെ ക്യാരക്ടർ എന്ത് ചെയ്യുമെന്നുള്ള ലൂസിയസിന്റെ ക്യാരക്ടറിനെ വെച്ച് സിനിമ ചെയ്യാമെന്നുള്ള തീരുമാനത്തിലേക്ക് അദ്ദേഹം എത്തിയിട്ടുള്ളത്. അത് 100% വിജയിച്ചു എന്ന് പറയാം. റിഡ്ലി സ്കോട്ടിന്റെ സിനിമകൾ കണ്ടിട്ടുള്ളവർക്ക് അറിയാം എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ സിനിമ, ഇങ്ങനെയാണ് ക്യാൻവാസ് എങ്ങനെയായിരിക്കും, ടെക്നിക്കൽ പെർഫെക്ഷൻ എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യം. ഇതിന്റെ കൊളോസിയത്തിന്റെ ഒരു ഷോട്ട് ഉണ്ട്, ടോപ്പ് ആംഗിളിൽ നിന്നുള്ള ഷോട്ട്. CG ഉണ്ടാവും അതിൽ, എന്നാലും ആ ഷോട്ടിന്റെ ഒരു പെർഫെക്ഷൻ, ഒരു ബ്യൂട്ടിയും പറഞ്ഞറിയിക്കാൻ വയ്യാത്തതാണ്. ഈ റോമ സാമ്രാജ്യത്തിൽ നമ്മൾ ഗ്ലാഡിയേറ്ററിലൊക്കെ കണ്ടിട്ടുള്ളതാണ്. ഒരു ഗ്ലാഡിയേറ്റർ മറ്റുള്ള യോദ്ധാക്കളുമായിട്ട് ഫൈറ്റ് ചെയ്യുക, മൃഗങ്ങളായിട്ട് ഫൈറ്റ് ചെയ്യുക, അതുപോലുള്ള ഒരു കണ്ടാമൃഗത്തിന്റെ ഫൈറ്റ് ഒക്കെ ഉണ്ട് ഇതിൽ. പക്ഷെ ഇതിനേക്കാളൊക്കെ രസമായിട്ടുള്ളത്, എന്നെ ഞെട്ടിച്ച് കളഞ്ഞ, ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാതെ, ഈ കൊളോസിയത്തിന്റെ അകത്ത് വെള്ളം നിറച്ചിട്ട് ഒരു ഷിപ്പ് വെച്ചിട്ടുള്ള ഒരു ഫൈറ്റ് ഉണ്ട് അതിന്റെ അകത്ത്. അതൊരു പൂള് പോലെയാണ് അവര് അത് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. പക്ഷെ ഒരു ഓഷ്യൻ ഒരു എഫക്റ്റ് ആണ് കിട്ടുന്നത്. അതിന്റെ അടിയിൽ ഷാർക്കൊക്കെ ഉണ്ട്. ആ ഒരു ഫൈറ്റ് ഒരു 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 മൈൻഡ് ബ്ലോയിങ് ആയിട്ടുള്ള ഫൈറ്റ് ആണ്. നമ്മൾ അങ്ങനെ ഒരു സംഭവം നമ്മൾ എക്സ്പെക്ട് ചെയ്യേയില്ല. ഈ റിവെഞ്ച് വളരെ രസകരമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട് ഈ സിനിമയിൽ. പക്ഷെ ഈ റിവെഞ്ച് എടുക്കാൻ വരുന്ന ഹീറോ ഒരു പ്രത്യേക ഘട്ടത്തിൽ അതിന്
സാധിക്കാതെ നിസ്സഹായനായി പോകുന്നുണ്ട്. പ്രേക്ഷകരും ആ ഹീറോയോടൊപ്പം നിസ്സഹായാവസ്ഥയിലേക്ക് പോകും. ഏതായാലും ഈ സിനിമയെ പറ്റി ഞാൻ ഒരുപാട് പറയുന്നില്ല. നിങ്ങൾ തീർച്ചയായിട്ടും അത് തിയേറ്ററിൽ തന്നെ പോയി കാണേണ്ട സിനിമയാണ്. ഇപ്പോ പലപ്പോഴും ഈ ഓവർ എക്സ്പെൻസ് കാരണം പല ആളുകളും സിനിമ കാണാൻ തിയേറ്ററിൽ പോകാറില്ല. കാരണം അത്രയധികം ഇപ്പൊ മൾട്ടിപ്ലക്സിലൊക്കെ ആണെങ്കിൽ ഒരുപാട് നമുക്കറിയാം, ഒരുപാട് ഒരു ഫാമിലി ആയിട്ട് പോയിട്ട് വരുമ്പോഴത്തേക്കും ഒരുപാട് ചെലവുകളുണ്ട്. അങ്ങനെ നിങ്ങൾ ഫാമിലി ആയിട്ട് ഒരു സിനിമ കാണണം, അല്ലെങ്കിൽ സുഹൃത്തുക്കളായിട്ടൊന്ന് ഔട്ടിങ്ങിന് പോയിട്ട് ഒരു നല്ല സിനിമ കാണണം എന്നൊക്കെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന സിനിമയാണ് ഗ്ലാഡിയേറ്റർ 2. നിങ്ങൾ കുറച്ച് നാളുകൾക്ക് ശേഷം സിനിമയ്ക്ക് വേണ്ടി ഫാമിലിയോടൊപ്പം പോകാൻ ആഗ്രഹിക്കുന്നു, അതല്ലെങ്കിൽ ഒരു നല്ല സിനിമ വന്നിട്ട് എല്ലാവരെയും ഫാമിലിയിലുള്ള എല്ലാവരെയും കൂട്ടി പോകാം, അല്ലെങ്കിൽ സുഹൃത്തുക്കളൊക്കെ ആയി ചേർന്ന് പോകാം എന്നൊക്കെ നിങ്ങൾ പ്ലാൻ ചെയ്ത് വച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് കറക്റ്റ് സമയം, കറക്റ്റ് സിനിമയും. അതിന് പറ്റിയൊരു സിനിമയാണ് ഗ്ലാഡിയേറ്റർ 2. അത് ഒരു വർത്ത് വാച്ചിങ് ആണ്. ഒരു മസ്റ്റ് വാച്ച് എന്ന് ഞാൻ പറയും ഗ്ലാഡിയേറ്റർ 2. ആ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് അത് വളരെ അടിപൊളിയാണ്. പെട്രോൾ പാസ്കൽ നമുക്ക് നാർക്കോ സീരീസ് ഒക്കെ കണ്ടിട്ട് പരിചയമുണ്ട്. പക്ഷേ ഈ പോൾ മെസ്കലിന് അത്രയൊന്നും പരിചയം ഉണ്ടായിരുന്നില്ല എനിക്ക്. എന്നെ സിനിമയിലേക്ക് ആകർഷിച്ച പ്രധാന ഘടകം ഒന്ന് ഗ്ലാഡിയേറ്റർ 2ന്റെ സെക്കൻഡ് പാർട്ട്. അതിലൊരു പേടിയുണ്ട്. കാരണം ഇത് പാളിപ്പോവോ എന്നുള്ള ഒരു സിനിമയെ ഇഷ്ടപ്പെടുന്ന ഒരാളുടെ ഒരു പേടി. ഞാൻ ഈ സിനിമ കാണാൻ പ്രധാനമായിട്ട് എന്നെ ആകർഷിച്ചത് ഒന്ന് ഗ്ലാഡിയേറ്റർ, പിന്നെ ഒന്ന് പ്രധാന പോയിന്റ് റിഡ്ലി സ്കോട്ട് എന്ന് പറയുന്ന ഡയറക്ടർ. 3 അത്രത്തോളം തന്നെ ഇമ്പോർട്ടന്റ് ആണ് ഡെൻസൽ വാഷിംഗ്ടൺ. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ആക്ടറാണ് ഡെൻസൽ. ഈ ട്രെയിലറിലൊക്കെ കണ്ടപ്പോൾ ഞാൻ ഡെൻസൽ ഒരു സപ്പോർട്ടിംഗ് റോൾ പോലത്തെ ഒരു റോളിലാണ്. പ്രായമായതുകൊണ്ടായിരിക്കാം ഡെൻസൽ ഈ സിനിമയിൽ ഇങ്ങനെ സപ്പോർട്ടിംഗ് ആർട്ടിസ്റ്റ് ആയി പോയല്ലോ എന്നൊക്കെ ഒരു വിഷമം എനിക്കുണ്ടായിരുന്നു. പിന്നെ ഓഫ് കോഴ്സ് അമേരിക്കൻ ഗ്യാങ്സ്റ്റർ എന്ന് പറഞ്ഞ സിനിമ ഡെൻസലിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഹിറ്റും ഏറ്റവും ഡെൻസൽ ഏറ്റവും നന്നായിട്ട് അഭിനയിച്ച സിനിമയായിരുന്നു. റിഡ്ലി സ്കോട്ട് തന്നെയാണ് എൻ്റെ ഡയറക്ടർ. അപ്പോൾ ഒരുപക്ഷെ റിഡ്ലി ആയിട്ട് ഒരുമിച്ച് വർക്ക് ചെയ്യാനുള്ള ആഗ്രഹത്തിന്റെ പുറത്തോ, അല്ലെങ്കിൽ ഇവരുടെ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പിന്റെ പുറത്തൊക്കെ ഡെൻസൽ വാഷിംഗ്ടൺ അഭിനയിച്ചതായിരിക്കും എന്നാണ് ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. കാരണം ഹീറോ അല്ലല്ലോ ഡെൻസൽ. പിന്നെ ഇദ്ദേഹത്തിന് നമ്മളെ കണ്ട് ശീലിച്ചിട്ട് ഇദ്ദേഹത്തിന് ഒരു പ്രായമായി പോലൊരു ഫീലൊക്കെ എനിക്കുണ്ടായിരുന്നു. പക്ഷെ സിനിമ അങ്ങ് തുടങ്ങി കുറച്ചങ്ങോട്ട് കഴിയുമ്പോൾ ഇയാൾ ഈ സിനിമ അങ്ങ് എടുത്തോണ്ട് പോകും. ബാക്കിയുള്ളവരെ പറയുന്നത് ശരിയാണോന്ന് അറിയില്ല. ക്യാരക്ടറിനനുസരിച്ചിട്ടാണെങ്കിലും ബാക്കിയുള്ളവരൊക്കെ കുറച്ചു നേരത്തേക്ക് നിഷ്പ്രഭമായി പോകുന്ന ഒരു അവസ്ഥയുണ്ട്. ഡെൻസൽ എന്ന് പറയുന്ന ആക്ടർ എനിക്ക് തോന്നുന്നു അടുത്ത തവണ ഒരു ഓസ്കാർ നോമിനേഷനിൽ ഡെൻസൽ വാഷിംഗ്ടന്റെ പേരുണ്ടാവും. സിനിമ അങ്ങോട്ട് ഇയാള് മോഷ്ടിച്ചുകൊണ്ട് പോകുന്നൊക്കെ പറയുന്ന പോലെ ഇങ്ങനെ എടുത്തൊരു പോക്കാണ് ഡെൻസൽ. ഒരു വെളുത്ത കുതിരപ്പുറത്ത് കയറി ഒരു പോക്കുണ്ട് പുള്ളി. ഒപ്പം തന്നെ ഒരു ചിലപ്പോൾ സ്പോയിലറായി പോയേക്കാം. ഒരു ഒരു ആക്ടറുടെ പെർഫോമൻസിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ആ കഥാഗതി മാറുന്നത്. അത് അത്ര മനോഹരമായിട്ട് ഡെൻസൽ അവതരിപ്പിച്ചിട്ടുണ്ട്. വേറൊരാൾക്ക് അത് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ, റീപ്ലേസ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ വളരെ ഈസി ആയിട്ട് അഭിനയിച്ച് ഫലിപ്പിച്ചിട്ടുണ്ട് ഡെൻസൽ വാഷിംഗ്ടൺ. ഡെൻസലിന്റെ ഒരു ഗംഭീര പെർഫോമൻസ് ആണ്. അതായത് സൈലന്റ് ആയിട്ട് നിന്നിട്ട് എനിക്കത് എങ്ങനെ പറയണമെന്ന് തന്നെ അറിയില്ല. പക്ഷെ പിന്നെ ഈ സിനിമയുടെ ഡയറക്ടർ റിഡ്ലി സ്കോട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് തോന്നും ഇയാള് ആ കാലഘട്ടത്തിൽ നിന്ന് ടൈം ട്രാവൽ ചെയ്ത് വന്ന് ഇവിടെ ജീവിക്കാൻ തോന്നും. കാരണം നമ്മുടെ ആ ഒരു കാലഘട്ടത്തിലുള്ള വസ്ത്രധാരണ രീതിയും ആ ഒരു കാലഘട്ടവും അദ്ദേഹം ഭയങ്കര രസമായിട്ട് ഫ്രെയിമിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിന്റെ തുടക്കത്തിൽ ഒരു സീനുണ്ട്, ഈ ഹീറോയുടെയും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ വൈഫിന്റെയും ഒക്കെ ഒരു ഇൻട്രോ, ആ കാലഘട്ടം കാണിക്കുന്നു. ശരിക്കും നമ്മളെ അത്രയും വർഷം പിന്നോട്ടേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകും. പൊതുവേ ഈ ഹോളിവുഡ് സിനിമയിലെ ഹീറോസൊക്കെ അതുപോലെ അമേരിക്കൻസോ ബ്രിട്ടീഷ് പൗരന്മാരൊക്കെ ആയിരിക്കും. പക്ഷെ ഇദ്ദേഹത്തിന്റെ സിനിമകൾ ഇപ്പോൾ എടുക്കുകയാണെങ്കിൽ കിങ്ഡം ഓഫ് ഹെവനില് അതിലെ ഹീറോ അലാദീൻ വന്നിട്ട് മിഡിൽ ഈസ്റ്റിലുള്ള ഒരാളാണ്. ഇംഗ്ലണ്ടിന്റെ ഒരു ശത്രുരാജ്യമായ ഫ്രാൻസിലെ ചക്രവർത്തിയായ നെപ്പോളിയനെ വെച്ചിട്ട് സിനിമ ചെയ്തിട്ടുള്ള ആളാണ്. നെപ്പോളിയന്റെ കഥ പറഞ്ഞ് സിനിമ ചെയ്തിട്ടുള്ള ആളാണ് റിഡ്ലി സ്കോട്ട്. എക്സോഡസ് ഗോഡ്സ് ആൻഡ് കിങ്സ് എന്ന് പറഞ്ഞ സിനിമയിൽ മോസസിന്റെ ഒരു കഥയാണ് പറയുന്നത്. അതില് ഈ ഫറോവയ്ക്കെതിരെ പോരാടുകയും മോസസിന്റെ ജനതയെ മോചിപ്പിക്കുകയും ചെയ്യുന്ന കഥയാണ് പറയുന്നത്. മോസസ് അദ്ദേഹത്തിന്റെ ജനതയായിട്ട് വന്ന് അവസാനം ചെങ്കടലിന്റെ സമീപത്തെത്തുന്നുണ്ട്. ഈ കഥ അല്ലെങ്കിൽ ചരിത്രപരമായിട്ട് പറയുമ്പോൾ മോസസ് അത്ഭുതം പ്രവർത്തിക്കുകയും ചെങ്കടൽ രണ്ടായി പിളർന്നു പോവുകയും ചെയ്യുകയും മോസസ് അതിൻ്റെ ഇടയിലൂടെ
ഏഹ്, നടന്ന് അപ്പുറത്തെത്തി എന്നാണ് പറയുന്നത്. അങ്ങനെ ഈ മോസസും അദ്ദേഹത്തിന്റെ ആളുകളും ഈ ചെങ്കടൽ തീരത്തേക്ക് എത്തുന്ന സമയത്ത് ആഹ്, എങ്ങനെയാണ് ഇദ്ദേഹം ഇത് കാണിക്കാൻ പോകുന്നതെന്ന് എങ്ങനെയാണ് ഇദ്ദേഹം ചിത്രീകരിക്കാൻ പോകുന്നത് ഒരു ആകാംക്ഷ എനിക്കുണ്ടായിരുന്നു. കാരണം റിഡ്ലി സ്കോട്ട് ഭയങ്കര ബ്രില്യന്റ് ആയിട്ടുള്ള ഫിലിം മേക്കറാണ്. എനിക്ക് തോന്നുന്നു ആ സമയത്ത് അദ്ദേഹം കാണിക്കുന്ന ഒരു വേലിയിറക്ക സമയം മറ്റോ ആണ്. ആ സമയത്ത് ചെങ്കടലിൽ വെള്ളം വളരെ കുറവുമാണ്. അങ്ങനെ അവർ വെയിറ്റ് ചെയ്യുകയും വെള്ളം താഴ്ന്ന സമയത്ത് അപ്പുറത്തേക്ക് കിടക്കുകയും പിന്നീട് ഫറോവയുടെ ആളുകൾ വരുമ്പോൾ വെള്ളം ശക്തിയായി വരികയും ഫറോവയും ആളുകളും മുങ്ങിപ്പോകുന്നതായിട്ടാണ് അതിൽ കാണിക്കുന്നത്. ഒരു ഫിലിം മേക്കറുടെ ബ്രില്യന്റ് ആയിട്ടുള്ള ഒരു ഇടപെടലാണ് ശരിക്കും. ഒരു കഥ അങ്ങനെ തന്നെ അല്ലെങ്കിൽ ഒരു ചരിത്രപരമായ സംഭവം അല്ലെങ്കിൽ ഒരു വിശ്വാസ പ്രമാണം അങ്ങനെ ഷൂട്ട് ചെയ്യാതെ ഒരു മേക്കറുടെ ഒരു ഇടപെടൽ ആ സീനിൽ എനിക്ക് കാണാൻ സാധിച്ചു. ഇതേപോലെ തന്നെയാണ് നെപ്പോളിയൻ. ഞാൻ ആദ്യം പറഞ്ഞ നെപ്പോളിയൻ എന്ന സിനിമ. അത് നെപ്പോളിയന്റെ അവസാന കാലഘട്ടത്തിൽ അദ്ദേഹത്തെ ബ്രിട്ടീഷുകാർ ഒരു ദ്വീപിൽ തടവിൽ പാർപ്പിക്കുന്നുണ്ട്. അപ്പൊ നെപ്പോളിയന്റെ ഹിസ്റ്ററി വായിക്കുമ്പോൾ നമ്മുടെ ഒരു ദ്വീപും ഒരു സ്ഥലവും ഒക്കെ ഉണ്ടാവും എങ്ങനെയായിരിക്കും എന്നുള്ളത്. അത് ആ ചരിത്രം വായിക്കുമ്പോൾ ഈ നെപ്പോളിയൻ റിട്ലി സ്കോട്ടിന്റെ നെപ്പോളിയൻ ഞാൻ കാണുമ്പോൾ എന്റെ ഇമാജിനേഷൻ അല്ലെ നമ്മുടെ ഇമാജിനേഷനിൽ വന്ന അതേ സ്ഥലമാണ് ഇയാൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അതെങ്ങനെയാണ് ഇദ്ദേഹത്തിന് സാധിക്കുന്നു എന്നുള്ളത് എന്നെ വളരെയധികം അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. ഇയാളൊരു ബ്രില്യന്റ് മേക്കറാണ്. ഒരു ഇമാജിനേഷൻ ഒരു സാധനം അത് പേപ്പറിൽ എഴുതാൻ എളുപ്പമാണ്. അതൊരു ഫ്രെയിമിൽ വരുത്തുക എന്ന് പറയുന്നെങ്കിൽ അതൊരു വല്ലാത്ത ഒരു കഴിവാണ്. അതുപോലെ തന്നെ നെപ്പോളിയൻ ആ ഒരു ഒരു തുറമുഖത്തേക്ക് വരുന്ന ഒരു സീനിൽ എണ്ണച്ചായം പോലെ ഇരിക്കും. ഒരു പെയിന്റിംഗ് പോലെയാണ് ഫ്രെയിം. അത്ര ബ്യൂട്ടിഫുൾ മേക്കർ. അത്ര ബ്യൂട്ടിഫുൾ ഒരു പെയിന്റിംഗ് പോലെയാണ് ഫ്രെയിം. അതുപോലെ തന്നെ റിഡ്ലി സ്കോട്ടിന്റെ എനിക്ക് ഇഷ്ടപ്പെട്ട മറ്റൊരു സിനിമയാണ് ഞാൻ എ ഗുഡ് ഇയർ. ഇപ്പൊ നമ്മളീ പറഞ്ഞതൊക്കെ ഒരു സയൻസ് ഫിക്ഷനോ അല്ലെങ്കിൽ ഒരു ഹിസ്റ്ററി സിനിമയൊക്കെയാണ്. എ ഗുഡ് ഇയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പക്കാ ഫീൽ ഗുഡ് മൂവിയാണ്. ഒരു ഫീൽ ഗുഡ് മൂവീസ് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ഒരു മസ്റ്റ് വാച്ച് ആണ് എ ഗുഡ് ഇയർ. പിന്നെ വീണ്ടും ഈ ഗ്ലാഡിയേറ്ററിലേക്ക് വരികയാണെങ്കിൽ പൊതുവേ നമ്മൾ ഈ സിനിമ കാണുന്ന സമയത്ത് ഇപ്പോൾ ഒരു ജെയിംസ് ബോണ്ട് സിനിമയാണെങ്കിൽ നമ്മൾ കാത്തിരിക്കുന്നത് മൈ നെയിം ഈസ് ബോണ്ട്, ജെയിംസ് ബോണ്ട് എന്ന് പറയുന്ന ഒരു ഒരു രംഗം. അതുപോലെ തന്നെ അത് അത് പറയുമ്പോഴുള്ള ഒരു ബോണ്ടിന്റെ ഒരു ബീജിയം ഉണ്ടല്ലോ, അതിനൊക്കെ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യാറുണ്ടല്ലേ. അതുപോലെ തന്നെ ഈ സിനിമയുടെ ഒരു പ്രത്യേക ഈ സിനിമയുടെ ഈ ഗ്ലാഡിയേറ്ററിന്റെ ഒരു പ്രത്യേക ഘട്ടം മുതൽ ഞാൻ ആ ഒരു മ്യൂസിക്കിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. നിങ്ങൾക്കൊക്കെ അറിയാം ആ ഹെവൻ പോലെ കാണിക്കുമ്പോൾ ഒരു ഉയർന്നു നിൽക്കുന്ന പുൽച്ചെടികളെ തഴുകിക്കൊണ്ട് പോകുന്ന ഒരു രംഗമുണ്ട് ഗ്ലാഡിയേറ്ററിന്റെ അവസാനം. ഗ്ലാഡിയേറ്റർ സെക്കൻഡിന്റെ ക്ലൈമാക്സിൽ ആ മ്യൂസിക്കും ഏകദേശം അതുപോലൊരു സീനുണ്ട്. അപ്പോൾ ആ മ്യൂസിക് നമുക്ക് തരുന്ന ഒരു ഫീൽ അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. റിഡ്ലി സ്കോട്ടിന്റെ ഒരു ക്ലാസിക് സിനിമയാണ് ഗ്ലാഡിയേറ്റർ 2. ഒരു ഹൈലി റെക്കമെൻഡഡ് മൂവിയാണ്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തിയേറ്ററിൽ പോയി കാണേണ്ട അനുഭവിക്കേണ്ട സിനിമയാണ് ഗ്ലാഡിയേറ്റർ 2. താങ്ക് യു.